ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് കല്യാണ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആറ്റുനോറ്റ് കാത്തിരുന്നൊരു കല്യാണം കിട്ടിയതാണ്. ഇതാണ് നമ്മളെ കല്യാണ പെണ്ണ്. അപ്പോൾ 7:30 പുലർക്കാലം ഇതാ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തൊരു ചന്തല്ലേ. അങ്ങനെ ഇതാ ഞാൻ പറയുകയാണ്, എന്തു പെട്ടെന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. കുറേ നാൾ മുന്നേ നമ്മളിങ്ങനെ പറയായിരുന്നു ആദ്യം ആരെയായിരിക്കും കല്യാണം എന്നൊക്കെ ഉള്ളത്. എല്ലാം വളരെ പെട്ടെന്നായിട്ട് പിന്നെ അങ്ങ് നടന്നതേ ഓർമ്മയുള്ളൂ. അങ്ങനെ ഇതാ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിലെത്തിയപ്പം നമ്മുടെ ഇവിടെ വരവേറ്റ് കൊണ്ടുവന്ന മഞ്ചലാണിത്. അപ്പം ഇതാ ചെക്കനും എത്തിയിട്ടുണ്ട്. ഇനി ചെക്കനെയും എല്ലാവരെയും ആനയിച്ച് നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് പോവാണ്. അപ്പം ഇതാ പെണ്ണിനെയും വരവേറ്റുകൊണ്ട് അച്ഛനും അമ്മയും കസിൻസും എല്ലാവരും കൂടിയാണ് മണ്ഡപത്തിലേക്ക് കയറ്റിക്കൊണ്ടുവന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫിയും. അപ്പോൾ കല്യാണം ഇത് അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്. ഇതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം ഞാനും തിരക്കായിപ്പോയി. പിന്നെ ഇവിടുന്ന് കിട്ടിയത് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നത്തെ ഏറ്റവും ടാസ്ക് പരിപാടിയാണ് യാത്ര പറച്ചിൽ. കരയില്ല എന്ന വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം കരയില്ല എന്നുള്ളത് അവൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി. തലേന്ന് നല്ല കരച്ചിൽ കരഞ്ഞ് എല്ലാവരെയും സെഡാക്കിയിട്ടുണ്ട്. കല്യാണത്തിന് കരയില്ല എന്ന് അവൾ എല്ലാവർക്കും പ്രോമിസും കൊടുത്തിട്ടുണ്ടായി. അതുപോലെ തന്നെ അവൾ കരയാണ്ട് പിടിച്ചു നിന്നിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ഹാർഡായിട്ടുള്ള ടൈമായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പം എല്ലാവരും ഒരു എൻജോയ്മെൻറ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവളെ ഹാപ്പി ആയിട്ട് യാത്രയാക്കണമല്ലോ. നമ്മളെ മുഖത്തൊരു സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ അത് അവളെ എഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നല്ല വിഷമം ഉണ്ടാവും, കാരണം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ഉള്ളിൽ വിഷമം ഉണ്ടായിട്ടോ. പക്ഷേ എന്താ പറയുക, അത് അവിടെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമുക്കിതൊക്കെ തിരിയത്തുള്ളൂ. ഇതൊരു ഹാർഡ് ബൈ തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാൾ നമ്മൾ ജീവിച്ച സ്ഥലത്ത് നിന്ന് ഇനി വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടെ അഡാപ്റ്റായി വരണം. അതൊക്കെ വലിയ ടാസ്ക് തന്നെ ആയിരിക്കും അല്ലേ. ഇതൊക്കെ എല്ലാവരെയും ലൈഫിൽ ഉണ്ടാവുന്നതാണ്. നമ്മളെ അർഷിത്തേട്ടൻ വളരെ സപ്പോർട്ടീവാണ്, നല്ല അടിപൊളിയായിട്ടാണ്. അതുകൊണ്ട് മുന്നോട്ട് ഇവർ അടിപൊളിയായിട്ട് പോകുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എന്താ പറയുക, അവരെ യാത്രയാക്കുന്നൊരു ടൈം എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ ഇതുപോലെ കൂടെ കളിക്കാനും ചിരിക്കാനും ഒക്കെ ഓടിയെത്തുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആയിരിക്കുമല്ലോ. പക്ഷേ നമ്മൾ ഇവളെ നല്ലോണം മിസ് ചെയ്യും. ഇനി എന്തെങ്കിലും പരിപാടി വരുമ്പം ഇവരെ കൂടെ ഇവക്ക് പെട്ടെന്ന് വരാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമേ. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഒരുമിച്ചായിരുന്നു കേട്ടോ. അതായത് ചെറുപ്പം തൊട്ടേ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും വിളി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ കൂടി വരുന്ന സമയത്തായാലും നമ്മൾ കൂടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലായിരിക്കും. അങ്ങനെ അവരവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ടുണ്ട്. പിന്നത്തെ ചടങ്ങെന്ന് വെച്ചാൽ ചെക്കൻ വീട് കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയത് കുറച്ച് നേരത്തെ ആയിപ്പോയി. ഇവർ അപ്പോൾ വീട്ടിൽ കയറിയതേ ഉണ്ടായുള്ളൂ. പിന്നെ അവിടെ ചെന്നു ഫുഡൊക്കെ കഴിക്കൽ